നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്സ് കൊണ്ട് 2 ഡിഫറെൻറ്റ് ചട്നികളാണ്. അപ്പോൾ ഈ ചട്നികൾ ഇഡ്ലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാനും പനിയാരത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. ഇതിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. ഡ്രൈ പീനട്ട് ചട്നി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: വറുത്ത കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്ട്സ്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഡ്രൈ പീനട്ട് ചട്നി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഈ റോസ്റ്റഡ് പീനട്ട്സും വെളുത്തുള്ളിയും നമുക്ക് മിക്സിയിലേക്ക് ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റെഡ് ചില്ലി പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് മിക്സിയിൽ പൾസ് മോഡിൽ ഒരു 4-5 പ്രാവശ്യം ഒന്ന് അടിച്ച് പൊടിയാവുന്നവരെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ പൗഡറിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നു. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഡ്രൈ പീനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പീനട്ട് ചട്നി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ എണ്ണ ഉപയോഗിക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചൂടാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഈ ജീരകം ഒന്ന് പൊട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജീരകം നല്ലപോലെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതോടുകൂടി തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ചേർക്കാം. ഇതൊന്നൊരു 1/2 മിനിറ്റ് നമുക്കൊന്നിതിൽ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പീനട്ട്സ് അല്ലെങ്കിൽ കപ്പലണ്ടി ചേർക്കാം. ഈ പീനട്ട്സ് നമുക്ക് നല്ലപോലെ റോസ്റ്റ് ആയിട്ട് ഇത് പൊട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കുറച്ച് നേരം എടുക്കാം. പീനട്ട്സ് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ രണ്ടാമത്തെ ചട്നിക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് തണുപ്പിച്ച് ഈ മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ കഷ്ണം പുളി, 1 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. അത്ര തന്നെ വെള്ളവും വേണം. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ പീനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് 3 എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാരണ എണ്ണ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിടാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു ചുവന്ന മുളക് ആഡ് ചെയ്യാം. അതൊന്ന് വറുത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ആഡ് ചെയ്യാം.
തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചട്നി റെഡിയായി. അപ്പം ചട്നികൾ റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രൈ ചട്നി നിങ്ങൾക്ക് പനിയാരത്തിന്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആണ്. വേണമെങ്കിൽ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയാണ്. രണ്ടാമത്തെ തേങ്ങാ ചട്നി, തേങ്ങയും കപ്പലണ്ടിയും കൂടിയുള്ള ചട്നി ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.